നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ നിരവധി വാഹനങ്ങൾ പിടികൂടി. 178 കേസുകളിലായി 5,22,500 രൂപ പിഴ ഈടാക്കി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. കാനകൾ മൂടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ലാബുകൾക്ക് വേണ്ടത്ര ഉറപ്പില്ലെന്നും പരാതി. മാള പഞ്ചായത്ത് പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം ജല അതോറിറ്റി വീണ്ടും നിർത്തിവെച്ചു. നടപടി വെള്ളത്തിന്റെ ബില്ലിൽ 50% പോലും നൽകാത്തതിനെ തുടർന്ന്. തൃശൂർ ശക്തൻ നഗറിലെ കോർപ്പറേഷൻ TUDA ബിൽഡിംഗിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാകുന്നു. പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് ആക്ഷേപം. സംസ്ഥാനത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 51 രൂപ 50 പൈസ. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മങ്ങാട് മളൂർക്കടവിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ നിരവധി വാഹനങ്ങൾ പിടികൂടി. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത 12 കേസുകളും നികുതി അടയ്ക്കാത്ത 19 കേസുകളും ഫിറ്റ്നസ് ഇല്ലാത്ത 9 കേസുകളും എയർ ഹോൺ ഘടിപ്പിച്ച 7 വാഹനങ്ങളും പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 47 വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാത്ത 14 വാഹനങ്ങളും സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത 4 ബസ്സുകളും ലൈസൻസ് ഇല്ലാതെ കണ്ടക്ടർ ജോലി ചെയ്ത 4 ബസ്സുകളും സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്ത 4 ബസ്സുകളും മറ്റ് വിഭാഗങ്ങളിലായി 60 കേസുകളും ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തിയ 2 ബസ്സുകളും കണ്ടെത്തി. 178 കേസുകളിൽ നിന്നായി 5,22,500 രൂപ പിഴ ഈടാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, അശോക് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, K വിപിൻ, R സുജിത്, ശ്രീജിത്ത് PS തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. ദേശീയപാതയിൽ ആളുകൾ ബസ് കയറാൻ നിൽക്കുന്നതിന് മുന്നിലുള്ള കാനകൾക്ക് മുകളിലെ സ്ലാബുകളാണ് തകർന്നിട്ടുള്ളത്. അപകടങ്ങൾ പതിവായതോടെ KSRTC സ്റ്റാൻഡിന് മുൻപിലെ ഡിവൈഡർ അടച്ചിരുന്നു. അതിനുശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാതെ എതിർവശത്തുള്ള സർവീസ് റോഡിൽ നിർത്തിയാണ് ആളുകളെ കയറ്റി ഇറക്കുന്നത്. എതിർവശത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിലേക്കും ട്രഷറിയിലേക്കും പഞ്ചായത്തിലേക്കും എത്തുന്നവർ സ്ലാബ് തകർന്നതറിയാതെ ദേശീയപാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ കാല് കുഴിയിൽപ്പെട്ട് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. ഗുരുതര പരിക്കുകൾ പറ്റാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന് പൊതുപ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ സിൻഡോ പറയുന്നു. കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ അതിനുള്ളൊരു സംവിധാനം അധികൃതർ ഒരുക്കിയില്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽ ഇപ്പോൾ നമ്മളുടെ ആമ്പല്ലൂർ സെൻറ്ററിലെയും അതുപോലെ മുരിങ്ങൂര്, പേരാമ്പ്ര എന്നുള്ള സ്ഥലങ്ങളുടെ മാത്രം വിഷയമാണ് ഉള്ളത്. ദേശീയപാത മൊത്തം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് എത്രയും വേഗം നന്നാക്കുകയും ഈ സ്ലാബുകൾ സാധാരണക്കാർക്ക് വേണ്ടി ഉടൻ തന്നെ നടക്കുന്ന സംവിധാനത്തിലേക്ക് ഉടൻ വരുത്തണമെന്ന് മാത്രമാണ് ഈ സമയം പറയാനുള്ളത്. കാനകൾ മൂടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ലാബുകൾക്ക് വേണ്ടത്ര ഉറപ്പില്ലെന്നും അതിനു മുകളിൽ ബസ് കാത്തു നിൽക്കുന്നവർ സ്ലാബുകൾ തകർന്ന് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം KSRTC ഡ്രൈവർമാർ തോന്നിയ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തുന്നതാണ്. പല ബസ്സുകളും ഇപ്പോഴും നിർത്തുന്നത് ദേശീയപാതയിൽ തന്നെ പല സ്ഥലങ്ങളിലായാണ്. സർവീസ് റോഡിൽ കയറ്റി നിർത്തണമെന്ന കർശന നിർദ്ദേശം ലംഘിച്ചാണ് ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തുന്നത്. യാത്രക്കാർ ബസ് നിർത്തി ഇറങ്ങുന്നതും ബസ് കയറാനായി ഓടുന്നതും തകർന്ന സ്ലാബുകൾക്ക് മുകളിലൂടെയാണ്. കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന തകർന്ന സ്ലാബുകൾ മാറ്റി കാൽനടക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. പണമടയ്ക്കാത്തതിനാൽ മാള, അന്നമനട പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തി. ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ഓഗസ്റ്റ് 25 നടത്തിയ അവലോകന യോഗത്തിലെ നിർദ്ദേശമനുസരിച്ച് പഞ്ചായത്തുകൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയ ശേഷമാണ് കുടിവെള്ള വിതരണം നിർത്തിവെച്ചതെന്ന് മാള സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോടികളുടെ കുടിശ്ശികയുള്ളപ്പോഴും അതാത് മാസങ്ങളിലെ മീറ്റർ നിരക്കിൽ പകുതി അടയ്ക്കണമെന്നാണ് 2024 മെയ് മാസത്തിൽ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറും പഞ്ചായത്തുകളും തമ്മിൽ ധാരണയുണ്ടാക്കിയിരുന്നത്. മാള പഞ്ചായത്തിലെ ജലനിധി പദ്ധതിയിലേക്ക് വെള്ളം നൽകിയതിന്റെ ജൂലൈ മാസത്തെ ബിൽ തുക 14,16,805 രൂപയാണ്.
ഇതിന്റെ പകുതി തുകയായ 7,23,402 രൂപയാണ് ഓഗസ്റ്റിൽ അടയ്ക്കേണ്ടത്. മാള പഞ്ചായത്ത് 2.5 ലക്ഷം രൂപ മാത്രമാണ് അടച്ചിട്ടുള്ളത്. ജൂലൈ മാസത്തിലെ ബിൽ തുകയുടെ പകുതി അടച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണം സെപ്റ്റംബർ 1 മുതൽ നിർത്തുമെന്ന് കാണിച്ച് ഓഗസ്റ്റ് 26-ന് മാള അന്നമനട പഞ്ചായത്തുകൾക്ക് ജല അതോറിറ്റി നോട്ടീസ് അയച്ചിരുന്നു. അന്നമനട പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളം തടഞ്ഞിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച വിതരണ ദിവസം അല്ലാത്തതിനാൽ ചൊവ്വാഴ്ചയായിരിക്കും തടസ്സപ്പെടുന്നത്. കുടിവെള്ളത്തിന്റെ നിരക്ക് ഉപഭോക്താക്കൾ നൽകാത്തതാണ് കുടിശ്ശിക വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് പഞ്ചായത്തുകളുടെ വിശദീകരണം. TCV ന്യൂസ്, മാള. ഇടവേള. ഗോബോ നന്ദിയുടെ ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ ശക്തനഗറിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ TUDA ബിൽഡിംഗിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാകുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്, EPF, പിന്നാക്ക വികസന കോർപ്പറേഷൻ തുടങ്ങിയ സർക്കാർ ഓഫീസുകളും ബാങ്ക് ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്ന ബിൽഡിംഗിലെ ലിഫ്റ്റിനാണ് തകരാർ. നിരവധി തവണ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ല. സംസ്ഥാനത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില കുറച്ചു. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾക്ക് 51 രൂപ 50 പൈസയാണ് കുറച്ചത്. ഇതോടെ സിലിണ്ടറിന്റെ വില 1580 രൂപയായി. എന്നാൽ 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ജൂലൈ 1-നും 58 രൂപ 50 പൈസ കുറച്ചിരുന്നു. പഴഞ്ഞി മങ്ങാട് മളൂർക്കടവ് CPM ബ്രാഞ്ച് സെക്രട്ടറി മിഥുൻ അജയഘോഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ RSS BJP പ്രവർത്തകരായ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിഞ്ചോട് കുറുമ്പൂർ വീട്ടിൽ വിഷ്ണു, കോതോട്ട് വീട്ടിൽ അരുൺ, കരുമാമ്പാറ വീട്ടിൽ രാകേഷ്, മങ്ങാട് ഏറത്ത് വീട്ടിൽ ഗൗതം എന്നിവരാണ് അറസ്റ്റിലായത്. ഗൗതമിന്റെ പേരിൽ 12 കേസുകളും വിഷ്ണുവിന്റെ പേരിൽ 4 കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഞായറാഴ്ചയായിരുന്നു മിഥുനെ പ്രതികൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ മിഥുന്റെ കഴുത്തിന് പുറകിൽ വെട്ടേറ്റിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഭീതി പരത്തുന്നു. രോഗം ബാധിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും 2 മരണം സംഭവിച്ചിരുന്നു. 3 മാസം പ്രായമുള്ള കുഞ്ഞും മധ്യവയസ്കയുമാണ് മരിച്ചത്. കുഞ്ഞ് കഴിഞ്ഞ 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുമ്പോഴാണ് രോഗബാധ ഉണ്ടാകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാൽ മരണസാധ്യത കൂടുതലാണ്. കൊടുങ്ങല്ലൂർ എറിയാട് കാർ സ്വകാര്യ ബസ്സിലിടിച്ച് 2 പേർക്ക് പരിക്ക്. കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും അഴീക്കോട്ടേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന റിസ്വാൻ എന്ന ബസ്സിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു.
വിവിധ ആവശ്യങ്ങളുന്നയിച്ച് നിർമ്മാണ തൊഴിലാളികൾ കളക്ടറേറ്റിന് മുൻപിൽ കൂട്ടധർണ നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC ജില്ലാ പ്രസിഡന്റ് PG ബേബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വറീദ് ചിറ്റിലപ്പള്ളി, AD പത്രോസ്, ഷാജു എളവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ നെടുമ്പുര പന്നിയടി മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന പാറക്കാട് കുട്ടിൽ രാമകൃഷ്ണന്റെ മകൾ 26 വയസ്സുള്ള സൂര്യയാണ് മരിച്ചത്. ചെറുതുരുത്തി SI നിഖിൽ, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ C സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. കോഴിക്കോട് സാമൂതിരിയായി ചുമതലയേറ്റ കേരളോർമ്മ രാജ ആചാരപ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് ആയോധന വേഷധാരികളായ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലെത്തിയത്. 50ഓളം വരുന്ന സാമൂതിരി കുടുംബാംഗങ്ങളും അനുഗമിച്ചു. 3.5 പവന്റെ സ്വർണ്ണ നാണയങ്ങളും പണക്കിഴിയും സോപാനപ്പടിയിൽ സമർപ്പിച്ചു. ഗുരുവായൂരപ്പന് കളഭം വഴിപാടാക്കി. ആചാരപ്രകാരം മേൽശാന്തി കവപ്രമാറത്ത് അച്യുത നമ്പൂതിരി നേരിട്ട് പ്രസാദം നൽകി. ദർശനത്തിന് ശേഷം പാഞ്ചജന്യം വളപ്പിലെ മാനവേദ സമാധിയിലെത്തി തൊഴുത് പുഷ്പാർച്ചന നടത്തി പ്രദക്ഷിണം വെച്ചു. തിരിച്ച് ശ്രീവത്സത്തിലെത്തി സാമൂതിരിയെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OP അരുൺകുമാർ എന്നിവരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വത്തിലെ 3 പാരമ്പര്യ ഭരണസമിതി അംഗങ്ങളിൽ സാമൂതിരിയുമുണ്ട്. ഇദ്ദേഹം ഭരണസമിതി അംഗമായി അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഇനി ഓണം പൊന്നോണം. ഓണവിപണി ലക്ഷ്യമിട്ട് കായക്കുലകൾ വൻതോതിൽ അതിർത്തി കടന്ന് വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. ഇതോടെ കായയ്ക്ക് ഇത്തവണ വലിയ വിലക്കയറ്റമില്ല. നാടൻ കായയ്ക്ക് ന്യായമായ വില ലഭിക്കാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിടുന്നതായി കർഷകർ പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായക്കുലകൾ വിളവെടുക്കുന്നതും വിൽപ്പന നടക്കുന്നതും ഓണക്കാലത്താണ്. ഓണക്കാലം ലക്ഷ്യമിട്ടാണ് പ്രാദേശിക കർഷകർ വലിയ മുതൽ മുടക്ക് നടത്തി വൻതോതിൽ വാഴകൃഷി നടത്തുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഉൽപാദന ചെലവിനനുസരിച്ചുള്ള വില ലഭിക്കാത്തതിനാലും പ്രാദേശിക കർഷകർ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിനിടയിലാണ് അയൽ സംസ്ഥാനത്ത് നിന്ന് കായക്കുലകൾ കേരളത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ പുളിയൻപെട്ടി, മേട്ടുപ്പാളയം, പൊള്ളാച്ചി, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൃശ്ശൂരിലേക്ക് കായക്കുലകൾ വരുന്നത്. ദിവസവും ശരാശരി 10 മുതൽ 15 ലോഡ് വരെ ശക്തൻ മാർക്കറ്റിലേക്ക് മാത്രം എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവയുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇതിനിടയിലാണ് പ്രാദേശിക കൃഷിക്കാരുടെ നാടൻ കായക്കുലകളും മാർക്കറ്റിലേക്ക് എത്തുന്നത്. വരവുകായ ശക്തൻ മാർക്കറ്റിൽ 32 രൂപയ്ക്ക് ലഭിക്കും. നാടൻ കായയ്ക്ക് 50 രൂപയാണ് കിട്ടുന്നത്. ചങ്ങാലിക്കോടന് 85 മുതൽ 90 രൂപ വരെ വില ലഭിക്കും. ഉൽപാദന ചെലവിനനുസരിച്ച് വില ലഭിക്കാത്തതിനാൽ പ്രാദേശിക കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. പലരും കൃഷി ഉപേക്ഷിച്ചു പോയി. കൃഷി വകുപ്പിൽ നിന്ന് അർഹമായ സഹായങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന് നേന്ത്രവാര കർഷകനായ കൂട്ടാല സ്വദേശി രാജീവൻ പറയുന്നു. ഇപ്പം നാടൻ കായ്ക്ക് ഇപ്പോൾ ആ പഴയ പോലുള്ള വിലയൊന്നും കിട്ടുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് സമൃദ്ധി പോലെ കായ വരുന്നൂടെ. ഇപ്പോൾ കർഷകർക്ക് നഷ്ടം വരുന്നത്. ഒരു വാഴയ്ക്ക് ഒരു 400-400 ചില്ലാൻ രൂപ ചിലവാണ് വാഴണം വളം കാര്യങ്ങളായിട്ട്. അതുകൊണ്ട് നാടൻ കർഷകർക്ക് തീരെ മെച്ചമില്ലാത്ത ഇതാണ്. അതുകൊണ്ട് ഫീൽഡിൽ നിന്ന് തന്നെ പോവുകയാണ് ആൾക്കാർ. കൃഷി വേണ്ടെന്ന് വെക്കണം, വാഴ കൃഷി വേണ്ടെന്ന് വെക്കുന്നത്. ഇത്തപോലുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ശരിക്കും. ജില്ലയിലെ കാർഷിക മേഖലയായ മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചേരുംകുഴി, മുളയം, കണ്ണാറ, വലക്കാവ്, കൂട്ടാല, പീച്ചി, പട്ടിക്കാട്, കുണ്ടുപാറ, താണിക്കുടം, ചേലക്കര, വരവൂർ, എരുമപ്പെട്ടി, കൊടകര തുടങ്ങിയ മലയോര മേഖലകളിലാണ് വാഴകൃഷി കൂടുതലായിട്ടുള്ളത്. കായക്കുലകൾക്ക് ആവശ്യക്കാർ ഏറിയതോടെ പ്രാദേശിക വിപണിയിൽ വില അല്പം കൂടുതലാണ്. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവെക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 10-25 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലേക്ക് വേണ്ടിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മന്ത്രി ആർ ബിന്ദുവിന് ഓണം ആശംസകൾ അറിയിക്കാൻ മനോഹരമായ കാർഡുകൾ തയ്യാറാക്കിയത് നിപ്മറിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ. 1000-ഓളം കാർഡുകളാണ് തയ്യാറാക്കിയത്. ചണം, വർണ്ണക്കടലാസുകൾ, മുത്തുമണികൾ എന്നിവ ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളെ തൊഴിൽ പരിശീലനം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് എംപവർമെന്റ് ത്രൂ വൊക്കേഷണലൈസേഷൻ. അതിലെ സർഗാവിഷ്കാരമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയ സുന്ദരങ്ങളായ കാർഡുകൾ. കുട്ടികളുടെ സമ്മാനം ഏറ്റുവാങ്ങിയ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിനന്ദനവും ആശംസയും നേർന്നു. കുട്ടികളുടെ കൈകളിൽ നിന്നും പിറവികൊണ്ട ഓണാശംസാ കാർഡുകൾ ഒത്തിരി സന്തോഷവും പ്രത്യാശയുമാണ് സമൂഹത്തിന് സമ്മാനിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളിലെ എല്ലാത്തരം വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിച്ച് ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കഴിവുകളെ കണ്ടെത്തി വളർത്തുമ്പോഴാണ് യഥാർത്ഥ സമൃദ്ധിയിലേക്ക് നാം എത്തുകയുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓണത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന ഈ കാർഡുകൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്വപ്നങ്ങളും ആത്മവിശ്വാസവും സമൂഹത്തോട് പങ്കുവയ്ക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. TCB തൃശൂർ. TCBയിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. ജീവനക്കാരും ഡയറക്ടർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ആരവങ്ങളും ആർപ്പുവിളികളുമായി TCB സംഘടിപ്പിച്ച ഓണാഘോഷം കൂട്ടായ്മയുടെ ആഘോഷമായി മാറി. TCB അങ്കണത്തിൽ പൂക്കളമൊരുക്കി ജീവനക്കാർ ആഘോഷത്തിന് തുടക്കം കുറിച്ചു. TCB സാരഥികളായ ബൈജു മുല്ലശ്ശേരി, PM നാസർ, ജേക്കബ് ജെറോം, AG സുബ്രഹ്മണ്യൻ, MP തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലയുടെ സ്വന്തം ചാനലായ TCB കൂടുതൽ ഉയരങ്ങളിലേക്ക് നീങ്ങാൻ ടീം അംഗങ്ങളുടെ ഒത്തൊരുമയും കെട്ടുറപ്പും നിലനിർത്താൻ ഇത്തരം ആഘോഷവേളകൾ ഉപകരിക്കട്ടെ എന്ന് ഇവർ ആശംസിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ. നാടൻ മത്സരങ്ങളിൽ വാശിയോടെ ടീം അംഗങ്ങൾ പങ്കെടുത്തു. ജീവനക്കാരുടെ കലാപരിപാടികൾ ആഘോഷത്തെ ഫൺ വിത്ത് മാവേലി എന്ന പരിപാടിയിലെ മാവേലിയും എത്തിച്ചേർന്നു. ന്യൂസ് ഡെസ്ക് TCB.
ബോളിവുഡ് താരം അക്ഷയ് കുമാർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. സുഹൃത്തും ഫാഷൻ ഡിസൈനറുമായ രമേശ് ഡംബ്ലയ്ക്കൊപ്പമാണ് അക്ഷയ് കുമാർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങിയത്. കാർ മാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ ഇരുവരെയും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വീകരിച്ചു. കേരളീയ വേഷത്തിൽ ജുബയും മുണ്ടും ധരിച്ചാണ് താരം ക്ഷേത്ര ദർശനത്തിന് എത്തിയത്. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കി. ദർശനം കഴിഞ്ഞ് 8:30 മടങ്ങി. നടി നവ്യ നായരും ഈ സമയം ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു. കൊരട്ടി തിരുമുടിക്കുന്നിൽ വീട്ടുവളപ്പിലെ ഷെഡിൽ നിന്നും 50 കിലോ ജാതിക്ക മോഷ്ടിച്ച കേസിൽ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കറുകുറ്റി സ്വദേശികളായ അമ്പാടൻ വീട്ടിൽ ജോജോ, കാഞ്ഞിരാമൻ വീട്ടിൽ സുജിത്, തുറവൂർ സ്വദേശി ആലിംഗപ്പറമ്പിൽ വീട്ടിൽ അഖിൽ, അങ്കമാലി സ്വദേശി പാലമറ്റം വീട്ടിൽ ആഷിഖ്, കറുകുറ്റി മൂന്നാംപറമ്പ് സ്വദേശി പേരാട് വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തൃപ്പൂത്തിരി ആഘോഷിക്കും. രാവിലെ 9:16 മുതൽ 9:56 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ് നടക്കുക. പുതുനെല്ല് കുത്തിയുണ്ടാക്കിയ അരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പായസം ഗുരുവായൂരപ്പന് നിവേദിക്കുന്നതാണ് ചടങ്ങ്. ഇതിനായി 1200 ലിറ്റർ പായസമാണ് തയ്യാറാക്കുന്നത്. പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് 2200 കദളിപ്പഴവും 22 കിലോ നെയ്യും ചേർക്കും. ഭഗവാന് നിവേദിച്ച പായസം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ഭക്തർക്ക് ഷീട്ടാക്കാൻ പ്രത്യേക കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. ലിറ്ററിന് 240 രൂപയാണ് നിരക്ക്. ഒരാൾക്ക് പരമാവധി 2 ഷീറ്റ് മാത്രമാണ് ലഭിക്കുക. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം രണ്ടാമത് ഡോക്ടർ ആന്റണി F മണവാളൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് അലുമിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിന് തൃശൂർ IDA ബ്രാഞ്ച് ആതിഥേയത്വം വഹിച്ചു. ഒളിമ്പ്യൻ ലിജു ഡേവിഡ് തോട്ടൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ്, സ്പോർട്സ് കൺവീനർ ഡോക്ടർ KG രാജീവ്, തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് റിംഗോ മാത്യു, സെക്രട്ടറി ഡോക്ടർ അജിത് PS, സ്പോർട്സ് കൺവീനർ ഡോക്ടർ ഋഷി ഇമ്മട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് ടൂർണമെന്റിൽ വിജയികളായി. തൃശൂർ ബ്രാഞ്ച് 2ാം സ്ഥാനം നേടി. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ അധ്യാപക ദിനാഘോഷവും ഓണാഘോഷവും ഗുരുശ്രേഷ്ഠ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൌൺസിൽ അംഗം PP ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. പഴമുക്ക് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപിക KK റീജിയാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായത്. 2024-25 അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവ് വിലയിരുത്തിയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ D ശ്രീജ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ, ഡയറ്റ് ഫാക്കൽറ്റി C അനിത, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D കൊളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്ന സംയുക്ത ഗണേശോത്സവ കമ്മിറ്റിയുടെ ഗണേശോത്സവത്തിന് സമാപനമായി. തൃശൂരിൽ നിന്നും ഘോഷയാത്രയായി വാടാനപ്പള്ളി ബീച്ചിലെത്തിച്ച ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്തു. ഇതോടനുബന്ധിച്ച് മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വാടാനപ്പള്ളി മേഖലയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാനും സംയുക്ത ഗണേശോത്സവ കമ്മിറ്റി ചെയർമാനുമായ KP മനോജ് കുമാർ പ്രഖ്യാപിച്ചു. ഗണേശ ഭഗവാന്റെ അല്ലെങ്കിൽ ഗണേശന്റെ കുറി നടത്തിയ സംഖ്യ നൽകാത്തതിനെ തുടർന്ന് 16 ലക്ഷം രൂപയും പലിശയും നൽകാൻ തൃശൂർ ഉപഭോക്തൃ കോടതി വിധി. കൊടുങ്ങല്ലൂർ വളയൽ വീട്ടിൽ സെയ്താവൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊടുങ്ങല്ലൂരുള്ള പിൻസിയർ കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. പെരിങ്ങോട്ടുകര താന്യത്ത് ഫുട്ബോൾ ടൂർണമെന്റിന് ചേരാൻ ചെന്നതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെയും പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളെയും ആക്രമിച്ച കേസിലെ പ്രതികളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം തോട്ടംചിറ സ്വദേശി പറമ്പിൽ വീട്ടിൽ ആദിത്യകൃഷ്ണ, പെരിങ്ങോട്ടുകര സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,705 രൂപ, പവന് 77,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ നിരവധി വാഹനങ്ങൾ പിടികൂടി. 178 കേസുകളിലായി 5,22,500 രൂപ പിഴ ഈടാക്കി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. കാനകൾ മൂടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ലാബുകൾക്ക് വേണ്ടത്ര ഉറപ്പില്ലെന്നും പരാതി. മാള പഞ്ചായത്ത് പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം ജല അതോറിറ്റി വീണ്ടും നിർത്തിവെച്ചു. നടപടി വെള്ളത്തിന്റെ ബില്ലിൽ 50% പോലും നൽകാത്തതിനെ തുടർന്ന്. തൃശൂർ ശക്തനഗറിലെ കോർപ്പറേഷൻ TUDA ബിൽഡിംഗിലെ ലിഫ്റ്റിൽ ആളുകൾ കുടുങ്ങുന്നത് പതിവാകുന്നു. പരാതി നൽകിയിട്ട് പരിഹാരമുണ്ടായില്ലെന്ന് ആക്ഷേപം. സംസ്ഥാനത്ത് വാണിജ്യാവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് വില കുറച്ചു. സിലിണ്ടറിന് കുറച്ചത് 51 രൂപ 50 പൈസ. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മങ്ങാട് വളൂർക്കടവിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.